ഗുരുവായൂർ സത്യാഗ്രഹത്തിന് മുന്നിൽ നിന്നു മാതൃഭൂമി. ജന്മനിയോഗത്തിന്റെ കിടാവിളക്കുമേന്തി സത്യാഗ്രഹികളെത്തി. എല്ലാ വീടുകളിലും കാര്യങ്ങൾ വിശദീകരിച്ചു. റഫറണ്ടം ജാഗ്രതയോടെ നടക്കുന്നതിൽ ഗാന്ധിജി സന്തുഷ്ടനായി. നിയമപരമായ കുഴപ്പങ്ങളെപ്പറ്റി ആരാഞ്ഞു. മഹാത്മാവ് പറഞ്ഞു, എനിക്കതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാലും നിയമജ്ഞരായ സുഹൃത്തുക്കൾ പറയും പോലെ നടക്കും. സർക്കാരിന്റെ ബിൽ വൈകിയാൽ ജനുവരി 23 മുതൽ നിരാഹാരം എന്ന് ഗാന്ധിജി മുമ്പേ പറഞ്ഞതാണ്. അപ്പോൾ ഗാന്ധിജിയുടെ ജീവൻ രക്ഷിക്കാനുള്ള എളുപ്പവഴി റഫറണ്ടത്തിൽ ക്ഷേത്രപ്രവേശനത്തിന് എതിരെ വോട്ട് ചെയ്യലാണ് എന്ന് സവർണ മാടമ്പികൾ പ്രചരിപ്പിച്ചു. അതേപ്പറ്റിയായി ചോദ്യം. ഗാന്ധിജിയുടെ മറുപടി: ഇത്തരം സൂത്രവിദ്യകൾ കൊണ്ട് നിരാഹാര വ്രതത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ എനിക്ക് സാധ്യമാവില്ല. അങ്ങനെ വന്നാൽ എൻ്റെ മരണം വരെ ഉപവാസം അനുഷ്ഠിക്കുക എന്നതിലും ഉഗ്രമായ ഒരു വ്രതം എനിക്ക് ചെയ്യേണ്ടി വന്നേക്കും. അപ്പോൾ അദ്ദേഹത്തിന് അടുത്തിരുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു, ഉപവാസം അനുഷ്ഠിച്ച് മരിക്കുക എന്നതിലും ഉഗ്രമായ വ്രതമില്ല. മഹാത്മാവ് പറഞ്ഞു, അത് ശരിയല്ല. ഇതുവരെ ചില വ്യവസ്ഥകളെ അടിസ്ഥാനമാക്കിയായിരുന്നു ഞാൻ ഉപവാസം അനുഷ്ഠിച്ചിരുന്നത്. ഇതിനേക്കാൾ ഉഗ്രമായ വ്രതം ഒരു 30 ദിവസത്തെ നിരാഹാര വ്രതമായിരിക്കും. ഞാനൊരു 30 ദിവസം നിരാഹാരം അനുഷ്ഠിക്കാൻ തീർച്ചപ്പെടുത്തുകയാണെങ്കിൽ ക്ഷേത്രങ്ങൾ തുറന്നെങ്കിലാകട്ടെ അല്ലെങ്കിലാകട്ടെ ആ 30 ദിവസവും നിരാഹാരം അനുഷ്ഠിക്കാൻ ഞാൻ നിർബന്ധിതനായിത്തീരും. ഹരിജനങ്ങൾ കുറച്ചുകാലം വ്രതം നോറ്റ് ശുദ്ധി വരുത്തി ക്ഷേത്രത്തിൽ കയറിയാൽ പോരെ എന്ന അഭിപ്രായമുണ്ടല്ലോ. ഗാന്ധിജി പറഞ്ഞു, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അധികൃതരോട് ഇത്രയും ക്രൂരമായ അപരാധം ചെയ്തതിന് സവർണരാണ് വ്രതങ്ങളും മറ്റും നോറ്റ് പരിഹാരം ചെയ്യേണ്ടത്.